ആ വരി ഇരിക്കി. ആരാ, എന്താണ്? എൻ്റെ പേര് മണ്ടോദരി എന്നാണ്. എൻ്റെ ഭർത്താവ് ഈ ഡിപ്പോയിലെ ഡ്രൈവറാണ്, ശീതളൻ. ആ, നമ്മളെ സസ്പെൻഷൻ കിട്ടിയ ഡ്രൈവർ ശീതളനല്ലേ? ആ, അപ്പം എവിടെയുള്ളത്? നിങ്ങളവരെ കണ്ടോ? ജയിലിലാണ്. ആ, ജാമ്യം കിട്ടാത്ത അവസ്ഥയാണ് സാറേ. സത്യത്തിൽ പുള്ളി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്യാതെ പിടിച്ചകത്തിട്ടോണ്ടാണോന്നറിയില്ല. ഞാൻ ചെന്നപ്പോൾ പരസ്പര ബന്ധമില്ലാതെ ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു. ആണോ? എന്താ ഇപ്പം നമ്മൾ കാട്ടുകയെന്നാണ്. സാർ എന്തെങ്കിലും ചെയ്തൊന്ന് പുറത്തിറക്കണം. അല്ലോ, ഞാൻ ഇടപെട്ട് അവനെ പുറത്തിറക്കിയാലേ ഈ സോഷ്യൽ മീഡിയക്കാർ എനിക്ക് സസ്പെൻഷൻ വാങ്ങിത്തരും. കാരണം മേലുദ്യോഗസ്ഥൻ ഇടപെട്ടിട്ട് കൊലപാതക ശ്രമം നടത്തിയ ആളെ പുറത്തിറക്കി എന്നൊക്കെയുള്ള പ്രശ്നം. സാറേ, എന്ത് കൊലപാതക ശ്രമമാണ് സാറേ? അല്ല, ഈ ബലമില്ലാത്ത കയറ് ആ ബസ്സിൽ കെട്ടിയിട്ടത് ശീതളേട്ടനൊന്നും അല്ലല്ലോ. അല്ല, ശീതളേട്ടൻ ഡ്രൈവർ അല്ലേ? അതൊക്കെയാണ്. പക്ഷെ ഇതിപ്പോ കേസ് ഇങ്ങനെ വന്നു. നിങ്ങളൊരു പണി, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യം ഒന്ന് അവതരിപ്പിക്കുക. അവര് ഉപദ്രവിച്ചല്ല. എന്തിന്? പൊതുജനങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കുകയാണെങ്കിൽ പോലീസ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരും. ഇനി പോലീസ് ഉപദ്രവിക്കുകയാണെങ്കിൽ എന്താന്ന് പറയാൻ പറ്റില്ല. സാർ ഒന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? അല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, നമ്മളിവിടുത്തെ ഉദ്യോഗസ്ഥനാണല്ലോ, യൂണിയനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ അങ്ങനെ നമുക്ക് ഇടപെടാൻ പറ്റില്ല അതിനകത്ത്. ഇതിപ്പോൾ പോലീസ് ഇടപെടുന്നതല്ലേ. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞ മാതിരി കാര്യം പറയും, നടക്കും. ഓരെന്തെങ്കിലും വഴി കാണിച്ചു തരും കേട്ടോ. ശരി എന്നാൽ. ഓ, അല്ല പിന്നെ ഓനെ രക്ഷപ്പെടുത്താൻ ഞാനങ്ങോട്ട് ചെല്ലല്ലേ, എനിക്കതല്ലേ പണി. കൊടുങ്ങല്ലൂർ, മണപ്പള്ളി, തൃശ്ശൂർ. എന്താ കാണിച്ചത്? അനൗൺസ്മെന്റ് അടുത്തത് പറയാൻ വേണ്ടിയിട്ട് പേപ്പർ വന്ന് സത്യമായിട്ട് ഉറങ്ങുകൊണ്ട് ഞാൻ കരുതി പിന്നെ ശല്യം ചെയ്യണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അനൗൺസ് ചെയ്യാന്ന് വെച്ചാൽ അത് എന്തോ അതിൻ്റെ പ്രശ്നമുണ്ടോ? എന്താ, ഒരു പ്രശ്നമില്ല. സമയമായില്ലല്ലോ. അല്ല, അതെ, ഞാൻ അനൗൺസ് ചെയ്തോ. എന്താണെന്ന് വെച്ചാൽ സത്യമായിട്ട് എൻ്റെ ഭാര്യ ഇപ്പം വന്നിട്ട് അവൾ അടുത്ത ബസ്സിന് പോയി ഇവിടെ നിൽപ്പുണ്ട് സ്റ്റാൻഡിലേ. പിന്നെ ഒച്ചയെന്ന് അതിലൂടെ അവൾ കേട്ടാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ഗമയല്ലേ. അനൗൺസ് ചെയ്തു. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കൊടുങ്ങല്ലൂർ, തൃപ്രയാർ, വാടാനപ്പള്ളി വഴി തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡിന്റെ വടക്ക് വശത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. പറഞ്ഞാൽ പോരെ, നീയല്ലേ പറയുന്നത് ആർക്കും പറയാവുന്ന പണിയാണെന്ന്. പെട്ടെന്ന് ഇതും നോക്കി രണ്ടും കൂടെ ആയപ്പോൾ ഒരു അതുകൊണ്ട് അതിൽ തുടരുന്നു പറഞ്ഞു. ഓ, തുടർന്നില്ല. അല്ല സാറേ, ഈ 10 മണിക്ക് പാലക്കാട്ടേക്ക് വന്ന ബസ് ഞാനിവിടെ വന്ന് അന്വേഷിച്ചു, പറഞ്ഞു 10:30 വരുമെന്ന്. ഞാൻ പറഞ്ഞില്ലേ? അതെ, സാറ് പറഞ്ഞു 10:30 വന്ന് ബസ് കാണാത്തതുകൊണ്ട് വീണ്ടും വന്ന് അന്വേഷിച്ചു. അപ്പോൾ 11 മണിക്ക് എന്തായാലും വരുമെന്ന് പറഞ്ഞു. 11 മണിക്ക് ഞാൻ ബസ് കണ്ടില്ല. ഇപ്പൊ സമയം 11:30 കഴിഞ്ഞു. ഇനി ആ ബസ് വരുമോ ഇല്ലയോ? എന്താണ് അവസ്ഥ? ഇനിയിപ്പോ വരുമോ? അതിപ്പോ ഇത്രയും വൈകിയ സ്ഥിതിക്ക് ഇനിയിപ്പോ വരാൻ സാധ്യത കുറവാ. ഇനിയിപ്പോ നോക്കണ്ടേ? എന്നാ പിന്നെ അത് നേരത്തെ പറഞ്ഞൂടായിരുന്നോ? അതെങ്ങനെ നേരത്തെ പറയണത്? ഒരാൾ വന്നിട്ടൊരു കാര്യം ചോദിക്കുന്ന സമയത്ത് തന്നെ ആദ്യമേ ഇല്ലാന്ന് പറയാ. നിങ്ങൾ ഞങ്ങളെ കുറിച്ച് എന്ത് വിചാരിക്കും? മാത്രമല്ല KSRTCക്ക് ഒന്നാമതേ ചീത്തപ്പേരാ. അല്ല, ഈ യാത്രക്കാർ ഇത്രയും സമയം ഇവിടെ നിന്നോട്ടെ എന്നാണ്. എന്നാ പിന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി സംസാരിക്കണ്ടേ നിങ്ങൾ? ഈ അന്വേഷണമുള്ള ബോർഡ് വെച്ചെന്തിനാണ്? ഇതിപ്പോ അതെ, ഇവിടെ വന്ന് നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അതിന് മറുപടി തരിക എന്നുള്ളത് ഞങ്ങളുടെ ജോലി. അല്ലാതെ ബസ് ഇവിടെ കൊണ്ട് എത്തിച്ചേരാന്നുള്ള അതൊന്നും ഞങ്ങളുടെ ജോലി പെടുന്നതല്ല. ശമ്പളം വാങ്ങുന്നതിന് ഇയാളെ ഞങ്ങളെ ഉത്തരവാദിത്വം ഒന്നും പഠിപ്പിക്കണ്ട.